ലോ കോളേജ് പരീക്ഷയിലെ ക്രമക്കേടടക്കം ആരോപിച്ച് ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് എസ്എഫ്ഐ മാർച്ച് നടത്തുകയാണ്. എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ എസ്എഫ്ഐയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ കേരള സർവകലാശാലയിലേക്ക് കാണുന്നത്. അവിടെ എന്തൊക്കെ വിഷയങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്? ലോ കോളേജ് പരീക്ഷയിലെ ക്രമക്കേടടക്കം. സ്മൃതി, ലോ കോളേജിലെ പരീക്ഷാ ക്രമക്കേട് ആരോപിച്ചാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള സർവകലാശാല മാർച്ച് അല്പസമയം മുമ്പ് തുടങ്ങിയത്. എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള എസ്എഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയതിൽ വലിയൊരു വിഭാഗം പ്രവർത്തകരും ഇപ്പോൾ സർവകലാശാലയ്ക്കകത്തേക്ക് തള്ളിക്കയറി. ഇതിനിടയിലാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവുമുള്ള ഗേറ്റിലൂടെയും അതുപോലെ തന്നെ മതിലും ചാടിക്കടന്നാണ് പ്രവർത്തകർ അകത്തേക്കെത്തിയത്. മാർച്ചിനെത്തിയ ഏതാണ്ട് എല്ലാ പ്രവർത്തകരും ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചു എന്നതാണ്. ഒരു ഭാഗത്ത് പോലീസ് ഉണ്ടായിരുന്നു, മറുഭാഗത്ത് വിദ്യാർത്ഥികൾ ചാടിക്കടക്കുകയായിരുന്നു. മതിൽ അതിശക്തമായ പ്രതിഷേധം പോലീസും പ്രവർത്തകരും തമ്മിൽ. ഒരു ഭാഗത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം ഒരു ലാത്തി ചാർജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ശ്രുതി കാണുന്നത്. അതിശക്തമായ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത. മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എസ്എഫ്ഐ പ്രവർത്തകരും അതുപോലെ പോലീസും തമ്മിൽ മുഖാമുഖം നിന്നത്. ഇപ്പോഴിതാ പ്രവർത്തകരും പോലീസും തമ്മിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതൃത്വം ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ എസ്എഫ്ഐ പ്രവർത്തകരും ഇപ്പോൾ പ്രസാദ്, എസ്എഫ്ഐയുടെ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവർ ഉന്നയിക്കുന്നു? സ്മൃതി, കേൾക്കാമെങ്കിൽ എസ്എഫ്ഐ പ്രവർത്തകർ പ്രധാനമായും ലോ കോളേജിലെ പരീക്ഷാ ക്രമക്കേടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴിതാ സർവകലാശാല പടിക്കെട്ടിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് പ്രവർത്തകർ. അതിശക്തമായ പ്രതിഷേധം, ചാടിക്കടന്നും ബാരിക്കേഡ് ചാടിക്കടന്നും ഗേറ്റ് തള്ളി തുറന്നുമാണ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കൂട്ടത്തോടെ എത്തിയത്. നമുക്കിപ്പോൾ കാണാം സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിച്ച പ്രവർത്തകർ പടിക്കെട്ടിന് മുന്നിൽ കുത്തിയിരുന്ന് ഛേദിക്കുകയാണ്. എസ്എഫ്ഐ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ സംഘടിച്ചതും പ്രതിഷേധമായി സർവകലാശാലയ്ക്കകത്തേക്ക് കയറിയതും. പോലീസുമായി വലിയ ഉന്തും തള്ളുമുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് കൂട്ടത്തോടെ എത്തിയ പ്രവർത്തകർ സർവകലാശാലയ്ക്കകത്തേക്ക് ചാടിക്കയറിയത്. എസ്എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ, തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ലോ കോളേജിലെ പരീക്ഷാ ക്രമക്കേട് ആരോപിച്ചുള്ള സമരമാണ് എസ്എഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത്. എസ്എഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു സംഘർഷത്തിലേക്ക് മാറുമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിന്ന് ഉന്തും തള്ളിലേക്കും നീങ്ങിയതിനിടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അപ്പോഴേക്കും പ്രവർത്തകരെല്ലാം മതിൽ ചാടിക്കടന്ന് സർവകലാശാലയുടെ ക്യാമ്പസിനുള്ളിലേക്ക് കെട്ടിടത്തിനകത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇവിടെ കെട്ടിടത്തിന് മുന്നിൽ സ്റ്റെപ്പിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. അതായത് മാർച്ചിൽ പങ്കെടുത്ത എല്ലാ എസ്എഫ്ഐ പ്രവർത്തകരും അകത്തേക്ക് പ്രവേശിച്ചു എന്നതാണ്. 100-ലധികം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാലയ്ക്കുള്ളിൽ അതിശക്തമായ പ്രതിഷേധം നടത്തുകയാണ്. പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത്. വിശദാംശങ്ങളാണ് ടി പ്രസാദ് നൽകിയത്.